نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم بنفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم الحمد لله رب العالمين സ്നേഹമുള്ള മുഅ്മിനുകളായ സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പ്രാവർത്തികമാക്കി ജീവിക്കണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്. ശക്തമായ ഭാഷയിൽ വസിയ്യത്ത് ചെയ്യുകയാണ്. ഈ വസിയ്യത്ത് യഥാവിധി ജീവിതത്തിൽ പുലർത്തി ജീവിക്കാനുള്ള തൗഫീഖ് തന്ന് അള്ളാഹു നമ്മെ ഓരോരുത്തരെയും തുണക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, നമുക്കെല്ലാം കാണാതെ അറിയാവുന്ന എന്നും നമ്മൾ ഉച്ചരിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒന്നാമത്തെ വചനമാണ് ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തിയത്. മനുഷ്യരായ നമ്മൾ വിവിധ തലങ്ങളിൽ ജീവിക്കുന്നവരാണ്. നമുക്കിടയിൽ കച്ചവടക്കാരുണ്ടാവും, ഉദ്യോഗസ്ഥരുണ്ടാവും, വിദ്യാർത്ഥികളുണ്ടാവും, വീട്ടമ്മമാരുണ്ടാവും, പലരും. പക്ഷെ ഏത് മേഖലയിൽ ജീവിക്കുന്ന ആളുകളാണെങ്കിലും ഈ കാലഘട്ടത്തിന്റെ വലിയ ഒരു പ്രത്യേകത, ഏത് രംഗത്ത് നിന്നും നിറഞ്ഞ അസംതൃപ്തിയുടെ വാക്കുകളാണ് നമ്മൾ കേൾക്കുന്നത്. ഒരു സംതൃപ്തിയില്ലായ്മ. മൊത്തത്തിൽ നമ്മൾ നോക്കിയാൽ പണ മുതലാളിത്ത സംസ്കാരം സ്വീകാര്യമായി തീരുന്ന ഒരു കാലത്ത് സമൃദ്ധി ഉണ്ടായെന്ന് വരും, പക്ഷേ സംതൃപ്തി ഉണ്ടായെന്ന് വരില്ല. സമൃദ്ധി ഉണ്ടാവും, സംതൃപ്തി ഉണ്ടാവില്ല. നമ്മൾ വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടുന്ന, തിരിച്ചറിയേണ്ടുന്ന ഒരു സംഗതിയാണിത്.
അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മോട് വഅദ ചെയ്യുന്ന ഒരു ജീവിത രീതിയുണ്ട്. അതെന്തറിയോ? മൻ അമില സാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ ഫലനുഹയ്യിയന്നഹു ഹയാത്തൻ തയ്യിബ. ഈമാൻ ഉൾക്കൊണ്ടുകൊണ്ട് അമലു സ്വാലിഹാത്ത് ചെയ്യുന്ന ഏതൊരു പെണ്ണാവട്ടെ ആണാവട്ടെ, ഫലനുഹയ്യിയന്നഹു ഹയാത്തൻ തയ്യിബ, നമ്മൾ അവർക്ക് സുജീവിതം നൽകുന്ന, ഹയാത്തുൻ തയ്യിബ, സംതൃപ്തിയുള്ള ജീവിതം തരും. എന്ന് വെച്ചാൽ നല്ലത് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരാൾക്ക് ഈ ഭൗതിക ജീവിതത്തിൽ അള്ള തരുന്ന ഒന്നാമത്തെ സമ്മാനം എന്താണ്? സംതൃപ്തമായ ജീവിതം എന്നാണ്. എങ്ങനെയാണ് ഇത് കിട്ടുക? വളരെ പ്രധാനപ്പെട്ട മുഅ്മിനുകളായ നമ്മൾ ചിന്തിക്കേണ്ട ഒരു സംഗതിയാണ്. നമ്മളെപ്പോഴും പറയാറുണ്ട്, തൗഹീദ് സംസാരിക്കാറുണ്ടല്ലോ, അള്ളാഹുവിനെ മാത്രമാണ് ഇബാദത്ത് എന്ന് പറയാറുണ്ട്. എങ്ങനെയാണ് അള്ളാഹുവിന് മാത്രമായി എല്ലാ ഘട്ടങ്ങളിലും നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളെ സമർപ്പിക്കാൻ കഴിയുക? കുൻ അബ്ദൻ ലില്ലാഹ്. ഒന്നാമത്തെ പദം അതാണ്, കുൻ അബ്ദൻ ലില്ലാഹ്. നീ എല്ലായ്പ്പോഴും അള്ളാഹുവിന്റെ അടിമയാകണം. എങ്ങനെയാണ് നമ്മൾ അങ്ങനെ ആവാൻ കഴിയുക? അടിസ്ഥാനപരമായി നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ. ചില കാര്യങ്ങളൊക്കെ നമുക്ക് എത്ര ചെയ്താലും മതിയായി എന്ന് തോന്നാറില്ല, തികഞ്ഞു എന്ന് തോന്നാറില്ല, അല്ലേ? ചില സന്ദർഭങ്ങളിൽ നല്ല ടേസ്റ്റുള്ള ഭക്ഷണം ഇങ്ങനെ കഴിച്ചാൽ ആ ആഹാരം തികഞ്ഞു മതിയായി എന്ന് തോന്നാറില്ല. ചില ഘട്ടങ്ങൾ നിർത്തേണ്ടി വന്നേക്കാം, എന്നാൽ ഞാൻ മതിയായിട്ട് നിർത്തിയതല്ല എന്ന് പറയാറുണ്ട്. ചില കാഴ്ചകൾ ഇങ്ങനെ കാണുമ്പോൾ എത്ര കണ്ടാലും മതിയായി എന്ന് തോന്നാറില്ല. ഓരോന്നിനും നിങ്ങൾ അങ്ങനെ ചേർത്ത് വെക്കണം കേട്ടോ. എന്നാൽ അടിസ്ഥാനപരമായി ഒരു അടിമയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മതിയായില്ല എന്ന് തോന്നേണ്ടത് ഏത് കാര്യമാണ് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ചുരുക്കത്തില് എന്നെ സൃഷ്ടിച്ച എന്റെ റബ്ബിന് തസ്ബീഹ് ചെയ്ത് തഹ്മീദ് ചെയ്ത് സ്തുതിക്കുക എന്നതാണത്. എങ്ങനെയാണത് കിട്ടുക? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഖുർആനിലെ ഒന്നാമത്തെ വചനമാണത് കേട്ടോ. നമ്മൾ പറയാറുണ്ട് ഇഖ്റ കൊണ്ടാണ് തുടങ്ങിയതെന്നൊക്കെ പറഞ്ഞാലും നമ്മുടെ കയ്യിൽ ഖുർആൻ കിട്ടുന്നു. അഊദും ബിസ്മിയും, ബിസ്മി ആ സൂറയിലെ ആയത്താണ് എന്നാണ് ഉലമാക്കളുടെ അഭിപ്രായം. പക്ഷെ ചില ഉലമാവ് പറയുന്നത് അഊദും ബിസ്മിയും ആ അധ്യായങ്ങളിലെ ആയത്താണോ. ആ ചർച്ചയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് മാറ്റി വെക്കുക. ഒരു ചർച്ചക്കും സംശയമില്ലാത്ത വിധം ഒന്നാമത്തെ വചനം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്നേഹമുള്ളവരെ, ഒരു ഹംദിന്റെ സംസ്കാരത്തിലാണ് നാം വളരേണ്ടത്, നാം വളർത്തേണ്ടത്. എന്താണ് അപ്പൊ ഹംദ്? നമ്മൾ എഴുന്നേറ്റ് പോകുമ്പോ ജീവിതത്തിന്റെ ഒരു ഘട്ടങ്ങളിൽ ഏത് ഘട്ടം എക്സ്ട്രമായി അവിടെയൊക്കെ അൽഹംദുലില്ലാഹ് എന്ന് നമുക്ക് നിറഞ്ഞ മനസ്സോടെ അങ്ങോട്ട് പറയാൻ കഴിയണം. അത് ഒഴിവാകുന്ന ഒരു ഘട്ടവും ഉണ്ടാവരുത്. അതാണ് കുൻ അബ്ദൻ ലില്ലാഹ്. സാധാരണ നമ്മൾ രണ്ട് വാക്കുകൾ അറബിയിൽ പറയും. ഹംദ് പഠിക്കുമ്പോ മദ്ഹ് എന്നൊരു വാക്ക് നിങ്ങൾ കേട്ടിട്ടില്ലേ? ശുക്ർ എന്നൊരു വാക്ക് കേട്ടിരിക്കും. ഇപ്പോ ഒരാളെ മദ്ഹ് പറയുക, മദ്ഹ് എന്ന് പറഞ്ഞ പ്രശംസ എന്നാണ് വാക്കിനർത്ഥം. ഒരാളുടെ പ്രവൃത്തി എനിക്ക് ബോധ്യപ്പെട്ടു, അത് പുകഴ്ത്തപ്പെടേണ്ടതാണ്, അത് അഭിനന്ദനാർഹമാണ് എന്നൊക്കെ നമ്മൾ പറയില്ലേ? ഇതിനാണ് അറബിയിൽ മദ്ഹ് പറയാന്ന് പറയാം. ശുക്ർ എന്ന് പറഞ്ഞാലോ, ശുക്ർ എന്ന് പറഞ്ഞാൽ നന്ദി എന്നാണ് ആ പദത്തിന്റെ അർത്ഥം. ആഴത്തിൽ പഠിക്കുമ്പോ പദം അതല്ല. ആഴത്തിൽ ശുക്ർ എന്ന് പറഞ്ഞാല് ഒരു മൃഗത്തിന്റെ അകിടില് പാല് വന്ന് നിറയുന്നതിനാണ് അറബിയിൽ ശുക്ർ എന്ന് പറയാം. നേരെ പഠിക്കണം കേട്ടോ. ഒരു മാടിന്റെ അകിടില് പാലിങ്ങനെ വന്ന് നിറഞ്ഞു നിൽക്കുമ്പോഴാണ് അതിങ്ങനെ കറന്നെടുത്താൽ മതി എന്ന് നിൽക്കുന്ന ഘട്ടമാണത്. അപ്പോ ഈ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ബോധ്യത്താൽ ഒരു കൃതജ്ഞതാ ബോധം വരുന്നതിനെ, നന്ദിയാൽ നമ്മുടെ ഹൃദയം വികസ്വരമാകുന്നതിനെയാണ് ശുക്ർ എന്ന് പറയാം. ഭാഷയിൽ മദ്ഹും ശുക്റും കൂടുന്ന ഒരു ഉന്നതമായ തലത്തിനാണ് ഹംദ് എന്ന് പറയാം. പറഞ്ഞോ? അപ്പൊ ഹംദ് എന്ന് പറഞ്ഞാൽ
മദ്ഹും വേണം, ശുക്റും വേണം. അപ്പൊ എങ്ങനെയാണത്? റബ്ബേ, നിന്നെ ഞാൻ തിരിച്ചറിഞ്ഞ് നിനക്ക് സ്തുതി കീർത്തനങ്ങൾ അർപ്പിച്ച് നിന്നെ ഞാൻ സ്തുതിക്കുന്നു റബ്ബേ. അതാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഞാൻ ചിന്തിക്കാറുണ്ട്, നമ്മള് നിർബന്ധമായും ഒരു ദിവസം 17 തവണയിൽ കുറയാത്ത വാക്കുകൾ നിർബന്ധമായും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയണം. ഇത് അള്ളാന്റെ കൽപ്പനയാണ്. എന്തിനായിരിക്കും പടച്ചവൻ നമ്മളെങ്ങനെ ഈ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞ് പരിശീലിപ്പിക്കുന്നത്? ഒന്ന്, ജീവിതത്തെ ഹംദുള്ളതാക്കി മാറ്റുക, ഹംദിന്റെ സംസ്കാരം ജീവിതത്തിൽ ഉണ്ടാവുക. അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ നേരെ ശ്രദ്ധിക്കേ, പരമമായ സ്തുതി, സർവസ്തുതി, സകല സ്തുതി അള്ളാഹുവിനാണ്. ഇതൊരു കൽപ്പനയല്ല. കൽപ്പനയായിരുന്നെങ്കിൽ ഈ അഹമ്മദുള്ള നിങ്ങൾ അള്ളാഹനെ സ്തുതിക്കുന്ന പറയാ, അങ്ങനെ അല്ലല്ലോ പറഞ്ഞത്. കൽപ്പനയാകുമ്പോ നമുക്ക് സ്തുതിക്കാം, സ്തുതിക്കാതിരിക്കാം. അള്ളാഹുവിനെ പുകഴ്ത്താം, പുകഴ്ത്താതിരിക്കാം. അള്ളാഹ് അതല്ല പറഞ്ഞത്. അതിഗംഭീരമായ ജനഗംഭീര ഒരു സ്റ്റേറ്റ്മെന്റ് അള്ളാഹ് തരിക, അൽഹംദുലില്ലാ. ആരൊക്കെ സ്തുതിച്ചാലും ആര് സ്തുതിച്ചില്ലെങ്കിലും സ്തുതിക്കർഹൻ അള്ളാഹുവാണ്. അതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. നമുക്കൊരു നിസ്സാരമായ ഒരു സഹായം ഒരാൾ തന്നതിന്റെ പേരിൽ നമ്മൾ അയാളുടെ മുഖത്ത് നോക്കി ഒരു താങ്ക്സ് പറയില്ലേ? ആ സഹായം അതിന്റെ വലുപ്പം കൂടുന്നതിനനുസരിച്ച് നമ്മുടെ താഴ്മയും വിനയവും നമ്മുടെ സ്നേഹപ്രകടനങ്ങളും നമ്മുടെ ശരീര ശാസ്ത്രമൊക്കെ മാറും, ബോഡി ലാംഗ്വേജ് ഒക്കെ മാറൂലേ? ഏറ്റവും വലിയൊരു സഹായം തരുന്ന ഒരാളുടെ മുമ്പിൽ നമ്മൾ എങ്ങനെയാ നന്ദി പ്രകടിപ്പിക്കുക? എന്നാൽ നമ്മൾ നോക്കണേ, വിലയേറിയ സഹായം ഈ ആയുസ്സിൽ നമുക്ക് ആരെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹു മാത്രമായിരിക്കും. അത് പറഞ്ഞാൽ തീരൂല. പഠിച്ചു നമ്മളോട് പറഞ്ഞെന്തറിയോ? നിങ്ങൾ എന്തെല്ലാം ചോദിച്ചിട്ടുണ്ടോ ആ ചോദിച്ചതെല്ലാം നിങ്ങൾക്ക് ഞാൻ തന്നിട്ടുണ്ട്. എന്നിട്ട് അല്ലാഹു പറയാ, അള്ളാഹുവിന്റെ നിഅമത്തുകൾ എണ്ണിക്കണക്കാക്കാൻ ശ്രമിച്ചാൽ നിങ്ങളെ കൊണ്ട് കഴിയില്ല കേട്ടോ. പക്ഷേ അള്ളാഹ് ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി പറയുന്നുണ്ട്, ഇന്നൽ ഇൻസാന ലസലൂമുൻ കഫാർ. ഞാനും നിങ്ങളും ഒക്കെ താനി നന്ദി കെട്ടവരും ധിക്കാരികളുമാണ് എന്നാണ്. അത് കഴിയുമ്പോൾ നമുക്ക് തോന്നും, പടച്ചോനെ ഞാൻ ഇത്ര നന്ദി കെട്ടവനായോ എന്നാണ്. ഇതൊരു പ്രസംഗത്തിന് വേണ്ടി പറയുന്നതല്ല, നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ ചേർത്തി വെക്കുക. അള്ളാഹ് നമ്മളോട് പറഞ്ഞത്, അള്ളാഹ് തന്നത് നിങ്ങളെ കൊണ്ട് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയും. ഒരു പരമസത്യം പറഞ്ഞുതരാം. ആയുസ് മുഴുവനും സുജൂദിൽ കിടന്നാലും തന്നതിന് ശുക്ർ പറഞ്ഞാൽ തീരൂലാണ്. അതെന്താ അങ്ങനെ പറയാൻ കാരണം അറിയാം? 2 സംഗതികൾ അവിടെ ഉണ്ട്. ഒന്ന്, ഇതിന്റെ ആധിക്യം. 2, ഈ കിട്ടിയതൊന്നും നമുക്ക് പൂർണ്ണമായി മനസ്സിലാക്കാനും കഴിയില്ല. നേരെ 2 കാര്യങ്ങൾ. ഒന്ന്, തന്നതിന്റെ ആധിക്യം. 2, ഇവ പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയില്ല. ചിന്തിക്കും തോറും ഹംദിന്റെ ആഴവും എണ്ണവും കൂടും. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, പുറത്തൊന്നും പോണ്ട. അള്ളാഹു നമ്മോട് പറഞ്ഞത്, വഫീ അൻഫുസിക്കും അഫലാ തുബ്സിറൂൻ. നിങ്ങളുടെ ബോഡി മാത്രം ആലോചിക്കുക. ഇതൊക്കെ പറഞ്ഞാൽ തീരൂല എന്നാണ്. നമ്മള് 10ാം ക്ലാസ്സിലെ ബയോളജിയിൽ പഠിച്ചില്ലേ, നമ്മുടെ ശരീരത്തിന്റെ വ്യവസ്ഥകൾ, സിസ്റ്റം 11 സിസ്റ്റം ഉണ്ടല്ലോ ശരീരത്തിന്. ശ്വസന വ്യവസ്ഥ, രക്ത സംക്രമണ വ്യവസ്ഥ, ദഹന വ്യവസ്ഥ, വിസർജന വ്യവസ്ഥ, നാഡീ വ്യവസ്ഥ, പേശി വ്യവസ്ഥ, അസ്ഥി വ്യവസ്ഥ, അങ്ങനെ ഓരോന്ന്. ഇതിലെ ഏതെങ്കിലും ഒരു വ്യവസ്ഥ നമ്മൾ ആലോചിച്ചാൽ തീരുവോ? ശ്വസന വ്യവസ്ഥ മാത്രം എടുത്ത് നോക്കി. 50 കോടിയിലധികം ശ്വാസകോശങ്ങൾ, സുഷിരങ്ങള് അല്ലെ? മൂക്ക് എന്തിനുള്ള തന്ന്? മൂക്കിന്റെ ഘടനകൾ നോക്കിയിട്ടുണ്ട്. ഈ വായു ഇങ്ങനെ നമ്മൾ വലിച്ചു കയറ്റുന്നത് നേരെ അങ്ങോട്ട് ചെല്ലല്ലോ. അതിനെ ഒന്നിങ്ങോട്ട് തണുപ്പിച്ച് ഈ തൊണ്ടക്കുഴിയിൽ ഇങ്ങനെ നിർത്തി ഈ നമ്മൾ കുടിക്കണ വെള്ളവും പിന്നെ ഈ സാധനമൊക്കെ പോകല്ലേ, ഒന്ന് തുറക്കുമ്പോ മറ്റൊന്ന് അടയണ്ടേ. ഞാൻ അതിന്റെ വ്യവസ്ഥ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് മുഴുവനല്ല. നിങ്ങൾ ബാക്കി നിങ്ങൾ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ച് നോക്കി.
എന്നേക്കാൾ കൂടുതൽ ഈ രംഗത്ത് നിങ്ങൾ എങ്ങനെ ചിന്തിച്ചു നോക്കുക, അല്ലെ? ശ്വസനം മാത്രം നോക്കുക. ഇതിലേതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി. പഠിച്ചാൽ ഒരാഴ്ച കൊണ്ട് പഠനം തീരൂല. ഒന്ന് പണി മുടക്കിയാൽ മതി, അല്ലെ? ഏതെങ്കിലും ഒരു വ്യവസ്ഥ പണി മുടക്കിയ ഇരിക്കുന്നിടത്ത് നമ്മൾ എണീക്കുക, അനങ്ങോ. അള്ള തന്ന നിഅമത്തുകളെ കണക്കാക്കാൻ കഴിയൂല. ഞാനിത് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്, നിഅമത്ത് എന്ന അറബിയിൽ എന്തിനാ പറയറിയോ? ഞാനത് ഈ മിമ്പറിൽ വെച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. നിഅമത്തുണ്ട് അറബിയിൽ അനുഗ്രഹങ്ങൾക്ക് ഫളില് എന്നൊരു വാക്കുണ്ട്. നിഅമത്തുണ്ട് ഫളിലുണ്ട്. നിഅമത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവൻ നിലനിൽക്കാൻ ആവശ്യം വേണ്ടത്, അതിന് മുകളിൽ കിട്ടുന്നതെല്ലാം ഫളില്. അപ്പൊ എന്തൊക്കെയാ ജീവൻ നിലനിൽക്കാൻ ആവശ്യം വേണ്ടത്? ആവശ്യം വേണ്ടതല്ല കേട്ടോ. അപ്പൊ കാല് ആവശ്യമാണോ? കണ്ണ്, ഓരോന്നെടുത്തു വെക്കുക. ഇതൊന്നും നമുക്ക് സമ്പൂർണമായി അറിയില്ല. അറിവ് കൂടുന്തോറും നന്ദിയുള്ളവരാവും. ഈ വ്യവസ്ഥ പഠിച്ച ഒരാളും അല്ലാത്തയാളും നന്ദി പ്രകടനത്തിൽ വ്യത്യാസമുണ്ടാവും. സഹോദരങ്ങളെ, അനുഭവിക്കുന്നതെല്ലാം അള്ളാഹുവിന്റെ നിഅമത്തുകളാണ്. നമ്മളായിട്ട് എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ? നമ്മളായിട്ട് എന്താ കൊണ്ടുവന്നിട്ടുള്ളത്? നമ്മൾ പറന്ന് വീഴുമ്പോ ജീവന്റെ തുടിപ്പ് എന്ന നിലയിൽ നമ്മളെ അമ്മയുടെ പ്രസവം എടുക്കുന്ന ആളുകൾ ചെയ്യാറുള്ളെന്തറിയോ? നമുക്ക് ഈ സമ്മർദ്ദമുള്ള വായു ഒരൊറ്റ വലിക്കണം. വലിക്കുമ്പോഴാണ് നമ്മൾ കരയലാണ് ജീവന്റെ അടയാളം. കരഞ്ഞിട്ടില്ലെങ്കിൽ മൈദമാവ് ഉരുട്ടുന്നത് പോലെ നമ്മളായിട്ട് ഉരുട്ടിയിട്ടുണ്ടാവും. എന്തിന്? ഈ ഒരു ശ്വാസം പറഞ്ഞ ഈ സമ്മർദ്ദമുള്ള വായു ഇതുവരെ നമ്മൾ കണ്ണുകൊണ്ട് കണ്ടില്ല, അല്ലേ? കാഴ്ചക്ക് പോലും അഗോചരമായ വിധത്തിൽ അള്ളാഹു അതിനെ നിലനിർത്തിയിരിക്കുക. ഇതൊന്നാണ്ട് ശ്വാസം മുട്ടിയാൽ ഉണ്ടാകുന്ന ഒരു അവസ്ഥകൾ ആലോചിച്ച് നോക്കൂ. മറ്റേ വാഗൺ ട്രാജഡി, അതിന് രക്ഷപ്പെട്ടൊരു മനുഷ്യൻ പറയുന്നുണ്ട് അനുഭവം. പടച്ചവനെ, അയാൾ പറയുന്ന രംഗമുണ്ട്. ശ്വാസം കിട്ടാതെ പടഞ്ഞ് ഒരാൾ മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ. എന്നിട്ട് വെള്ളം കിട്ടാതെ വലിച്ച് മറ്റൊരാളുടെ ശരീരത്തിൽ നിന്ന് ഒലിച്ചു വന്ന് ഈ വിയർപ്പിന്റെ കണം നക്കി തുറച്ചുകൊണ്ടാണ് ഞാൻ എന്റെ ജീവൻ നിലനിർത്തിയെന്ന്. എല്ലാവരും മരിച്ചു എന്ന് പറഞ്ഞ കൊണ്ടുപോയി തട്ടിയപ്പോ അന്ന് ആയുസിന്റെ വലുപ്പം കൊണ്ട് രക്ഷപ്പെട്ടു വന്നതാ. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞത് ഇതൊന്നും പറഞ്ഞാൽ തീരുള്ളത് നോൺ സ്റ്റോപ്പാ. അൽഹംദുലില്ലാ എന്നത് നമ്മുടെ തലക്കെട്ടായി മാറണം. ഖുലിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അപ്പോ ജീവിതത്തിൽ പരാതി പറയുന്നവരാകരുത് നമ്മൾ. അതാ ഇതിനർത്ഥം. ഇങ്ങനെ പ്രതിക്കൂട്ടിൽ ഞാനാണ് ആദ്യം എന്നെയാണ് ഞാൻ നിർത്തുന്നത് കേട്ടോ. എന്നിട്ട് എങ്ങനെയുണ്ട് കാര്യങ്ങൾ എന്ന് ചോദിച്ചാൽ ഒരു അശുഭാപ്തി, ഒരു പരിഭവം പറച്ചിൽ ഉണ്ടാവരുത്. മറിച്ച് ഏത് ഘട്ടങ്ങളിലും അൽഹംദുലില്ലാ എന്ന് പറയാൻ കഴിയുക. അങ്ങനെ പറഞ്ഞില്ല, ഒന്നുകൂടി ചിന്തിക്കണം നമ്മള്. അൽഹംദുലില്ലാ എന്ന് പറയാൻ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന ഓരോ സന്ദർഭങ്ങൾ ഓരോന്നെടുക്കുക. നമ്മുടെ ദിവസം തുടങ്ങണ എങ്ങനെ? ഉറക്കത്തുനിന്നല്ലേ? ഉറക്കത്തുനിന്ന് എണീറ്റുണ്ട് ഇരുന്നാൽ ആദ്യം നമ്മൾ പറയേണ്ട വാക്കെന്താ? അൽഹംദുലില്ലാ. എന്താ പറയാൻ കാരണം? ഒരു മരിപ്പ് കഴിഞ്ഞിട്ടപ്പോ ഇരിക്കണത്. ഈ റൂഹിനെ വീണ്ടും തിരിച്ചു തന്നിട്ടില്ലായിരുന്നുവെങ്കിൽ ഇപ്പൊ ഞാനുങ്ങളും എവിടെ? പള്ളിക്കാടിന്റെ മൂലിലാണ്, 6 അടി മണ്ണിലാണ്. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദ മാ അമാതനാ. ആ ഉറക്കത്തിൽ നിന്നുള്ള ഉണർവ്. പിന്നെ നമ്മൾ പോയത് ഓരോന്നും പറയാൻ നേരമില്ല കേട്ടോ. ടോയ്ലറ്റിക്ക ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു ദിവസം, ഇങ്ങനത്തെ ഒരു പ്രസംഗത്തിനല്ല, എങ്ങനെ വാക്കുകൾ പറയേണ്ടതെന്ന് എനിക്കറിഞ്ഞൂടാ. ഒരു ദിവസത്തില് ഒരു നേരം പുറത്തു പോകേണ്ടുന്ന മാലിന്യം പോയിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കാൻ വയ്ക്കുമ്പോൾ കൊണ്ട് ഒരൊറ്റ നേരം പോകേണ്ടത് പോയില്ലെങ്കിൽ ഈ കിഡ്നി പേഷ്യൻസ് ഉണ്ടല്ലോ, എന്താ ഇതിന്റെ അർത്ഥം? മൂത്ര സംബന്ധമായ രോഗം നമ്മെ ബാധിച്ചു എന്നറിഞ്ഞാൽ ഇനി നമ്മൾ ജീവിക്കുകയല്ല, നമ്മൾ മരിക്കുക. നമ്മുടെ കൗണ്ട് ഡൗൺ തുടങ്ങുക. അതിന്റെ അർത്ഥം ഇന്ന് നമ്മൾ ചെന്നിരിക്കുമ്പോ നമുക്ക് ഒരു പ്രശ്നമില്ല.
അൽഹംദുലില്ലാ. അവിടെയാണ് ഗുഫ്രാനക കഴിഞ്ഞിട്ട് പിന്നെ പറയേണ്ട വാക്കെന്താ? അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ എന്നുള്ളതാ. അത് കൽബ് വെട്ടിയെന്ന് പറയണ്ടേ അല്ലെ? ഇനി നിങ്ങൾ അങ്ങനെ ജീവിതത്തിൽ ഓരോ രംഗെടുത്ത് വെക്കുക. ഓരോന്നത് പറയാൻ സമയമില്ല. ഹംദിന്റെ മൂല്യം അറിയണമെന്നാ ഞാൻ പറഞ്ഞത്. ഭക്ഷണം അത് തിന്നുമ്പോഴല്ലല്ലോ നമ്മളോട് തന്നെ അൽഹംദുലില്ലാ പറയാൻ പറഞ്ഞത്. തിന്ന് കഴിഞ്ഞിട്ടാ പറയേണ്ടത് അല്ലേ? അല്ലാഹുവിന്റെ റസൂല് നമ്മളെ പഠിപ്പിക്കുന്ന രംഗമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഇശ കഴിഞ്ഞിട്ട് റസൂൽ കിടക്കല. സാധാരണ ഇശ കഴിഞ്ഞിട്ട് മുറ്റത്ത് ഇറങ്ങുക. കൂടെ രണ്ട് മാമനാരും ഉണ്ട്. വഴിയിൽ നിന്ന് കാണുകയാണ് സിദ്ദീഖുൽ അക്ബർ, ഉമർ റളിയല്ലാഹു അൻഹുമാ. ഇവിടുത്തെ മൂന്നാളുണ്ട് ഇറങ്ങണത്. വിശന്നിട്ട. പ്രിയമുള്ളവരെ, ഞാനിത് പറയുന്നത് ഒരു 30-35 കൊല്ലം മുമ്പ് നമുക്ക് കഷ്ടപ്പാടും പട്ടിണിയും ദാരിദ്ര്യവും ഉണ്ടായിരുന്നു. ഇന്ന് നമുക്ക് പട്ടിണി അറിയോ? നമ്മുടെ മക്കൾക്ക് പട്ടിണി അറിയോ? വിശപ്പറിഞ്ഞേക്കാം, വിശന്നാലും തിന്നാനില്ല എന്ന ബേജാറുണ്ടോ? പോക്കറ്റ് പണമുണ്ട്, സമയം കിട്ടിയില്ലെന്നേ ഉള്ളൂ അല്ലേ? അല്ലാഹുവിന്റെ റസൂൽ ഇറങ്ങിയിട്ട് അബുൽ ഹൈസമിന്റെ വീട്ടിൽ പോയി റളിയല്ലാഹു അൻഹു. ഈ 3 പേരെയും കിട്ടിയപ്പോ, പറയാൻ സമയമില്ല, 3 പേരെയും കിട്ടിയപ്പോ പഴുത്തതും നല്ല പാകമായതുമായ 2 കൊല ഈന്തപ്പഴം കൊണ്ടെന്ന് വെച്ചു, വെള്ളവും വെച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഒന്നും പോരായിരുന്നോ എന്ന് വെച്ചു. നബിയെ, നിങ്ങൾ കഴിക്കുക സന്തോഷവാനായിട്ടാണ്. അല്പം മാംസവും എടുത്ത് പാകം ചെയ്ത് ചപ്പാത്തി ഉണ്ടാക്കിയപ്പോ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 2 എടുത്തിട്ട് ആ കാണുന്ന എന്റെ വീട്ടില് എന്റെ മോൾ ഫാത്തിമാക്ക് കൊടുക്കുമെന്ന് ചോദിച്ചു. പ്രിയമുള്ളവരെ, നമുക്കൊന്നും അങ്ങനത്തെ ഒരു കഷ്ടപ്പാടില്ല. പണ്ട് നമ്മുടെ ഉപ്പയുമ്മയൊക്കെ കൊല്ലത്തിൽ ഒരിക്കൽ മാത്രം തിന്നിരുന്ന ഭക്ഷണം നമ്മൾ ആഴ്ചയിൽ എത്ര നേരം തിന്നണത്? എത്ര പ്രാവശ്യം നമ്മൾ തിന്നുന്നുണ്ടാവും? അത് പറഞ്ഞത് മറന്നുകൊണ്ടല്ല. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. ഇത് തിന്നു കഴിഞ്ഞിട്ട് റസൂലുള്ളാഹി എന്താ പറഞ്ഞറി ഇറങ്ങിയിട്ട്, സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. സുഖം അല്ലാഹ് നമ്മളോട് ചോദിക്കട്ടോ എന്നാണ്. ഇന്ന് നമുക്ക് ഇതിന്റെയൊന്നും വില അറിയില്ല. പണ്ടൊരു കോഴിനെ അറുത്തിട്ട് ഒരു വീട്ടിലെ മുഴുവൻ ആളുകളും കോഴിച്ചാറ് തിന്നിരുന്നെങ്കിൽ 4 കിലോ കൊണ്ട് വേവിച്ച കോഴി ഒന്നിച്ചിരുന്ന് തിന്നുമ്പോൾ, ഒറ്റക്ക് തിന്നുമ്പോഴും, അങ്ങനെ ഒരു പുതിയ സംസ്കാരത്തിലാണ് നമ്മൾ. ഒറ്റക്കൊരു കോഴീനെ തിന്നുമ്പോഴും നമുക്കതിന് ഒരു സംതൃപ്തി വരുന്നില്ല. സഹോദരങ്ങളെ, അൽഹംദുലില്ലാ ഖൽബ് തട്ടിയ പറയേണ്ടത് കേട്ടോ. അത് നമ്മുടെ ലൈഫ് സ്റ്റൈലായിട്ട് മാറണം. മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹമിനോട് ചോദിക്കുന്നുണ്ട്. എന്താ ചോദിക്കുന്നത്? നിങ്ങൾ എന്തുകൊണ്ട് ഇത്ര ഭക്തനായി? ഭയങ്കര ഭക്തനയാള്. ഇയാളിത് കേട്ടപാടെ കൈകാലുകൾ പറച്ചു ചോദിച്ചു, ഞാൻ ഭക്തനാന്ന് നിങ്ങളോട് ആരെ പറഞ്ഞു എന്ന് ചോദിച്ചു. അല്ല, അപ്പോ ആളുകൾ സ്വരം മാറ്റിയിട്ട് ചോദിച്ചു, ഞങ്ങൾ അങ്ങനെ ചോദിച്ചതല്ല, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഈമാനികപരമായ ഒരു ആവേശം കിട്ടുന്നത് എങ്ങനെയാണ് എന്നതാണ് ചോദിച്ചതെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ പണ്ട്, ഇയാള് ഒരു ബൽഹ് എന്ന് പറയുന്ന രാജ്യത്തിന്റെ രാജാവാ, അതൊക്കെ ഇട്ട് ഉപേക്ഷിച്ച് പോവുകയാണ് ഇയാള്. ഞാൻ പണ്ട് ബൽഹിലായിരിക്കുന്ന സമയത്ത് അങ്ങാടിയിലെ അടിമച്ചന്തയിൽ ചെന്ന് ഒരു സുമുഖനായ അടിമയെ വാങ്ങി തിരിച്ചു വരികയാണ്. അന്നേരം ഞാൻ അവനോട് ചോദിച്ചു, അവന്റെ ആ ചുറുചുറുക്ക് കണ്ടിട്ട്, മോനെ നിന്റെ പേരെന്താ? എന്നോട് അവൻ മറുപടി പറഞ്ഞത്, പ്രഭോ എനിക്ക് പേരില്ല, നിങ്ങൾ എന്നെ എന്ത് വിളിക്കുന്നുവോ അതാണ് എന്റെ പേര്. അദ്ദേഹം ഒന്നിങ്ങനെ നോക്കിയിട്ട് ചോദിച്ചു, നിനക്ക് ഏത് തരം ഭക്ഷണമാണോ മോനെ ഇഷ്ടം? അതിനും ഇതേ മറുപടി, ഇന്ന ഭക്ഷണം എന്ന് എനിക്കില്ല, നിങ്ങൾ എന്ത് തന്നാലും ഞാൻ കഴിക്കും. നിനക്ക് ഏത് തരം വസ്ത്രമാണ് ഇഷ്ടം? അങ്ങനെ ഒരു വസ്ത്രം എനിക്കില്ല, നിങ്ങൾ എന്ത് വാങ്ങിച്ചു തന്നാലും ഞാൻ ഉടുക്കും. ഈ 3 ചോദ്യത്തിന് മറുപടി ഇങ്ങനെ കിട്ടിയപ്പോ ഇദ്ദേഹം ഒരു ഭാഗത്തേക്ക് നിറഞ്ഞു നിന്ന് മാറി നിന്നുകൊണ്ട് കണ്ണിൽ വെള്ളം നിറച്ചുകൊണ്ട് പറഞ്ഞു, റബ്ബേ, അല്ലാഹുവേ, നീ എത്ര മഹോന്നതനാണ്, നിന്നെ എങ്ങനെ വണങ്ങണമെന്ന് എനിക്കറിയില്ല റബ്ബേ. തൊട്ടടുത്ത നിമിഷം ഈ അങ്ങാടിയിൽ നിന്ന് ഞാൻ വില കൊടുത്തു വാങ്ങിക്കുന്ന ഈ അടിമക്ക് എന്നോട് എത്രമാത്രം വിധേയത്വമുണ്ടോ എങ്കിൽ എല്ലാം കീഴ്പ്പെടുത്തി എന്റെ കയ്യിൽ തന്നു നാഥാ, നിന്നോട് ഞാൻ
എത്രമാത്രം നന്ദിയുള്ളവനാകണം, നിന്നോട് ശുക്റുള്ളവനാകണം. അൽഹംദുലില്ലാഹ് ഖൽബ് തട്ടി പറയണം. സഹോദരങ്ങളെ, ഞാൻ നീട്ടുകയല്ല, ഞാൻ സൂചിപ്പിച്ചതെന്തറിയാമോ? നമ്മുടെ സന്തോഷത്തിലും നമ്മുടെ ദുഃഖത്തിലും പറയേണ്ട വാക്കാണ് അൽഹംദുലില്ലാഹ് എന്നുള്ളത്. സന്തോഷത്തിൽ മാത്രം പറയേണ്ടതല്ല, നമ്മുടെ സങ്കടത്തിലും ഒരു അൽഹംദുലില്ലാഹ് ഉണ്ടാകണം. അതെന്തിനാണ്? അങ്ങനെ ഒരു അൽഹംദുലില്ലാഹ് ഉണ്ട്. സുഖത്തിലും ദുഃഖത്തിലും, ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും, എവിടെയും. കാരണം ഏത് ജീവിതാനുഭവവും അള്ളാഹു നമുക്ക് തരുന്നത് ഒരു തർബിയത്താണ്. നമ്മളെ വളർത്തുകയാണ് അള്ളാഹു മാനസികമായി. ജീവിതത്തിലെ ഏത് അനുഭവങ്ങളിലും വിജയിക്കാൻ നമുക്ക് കഴിയണം. സന്തോഷത്തിൽ നിന്ന്, ഞാൻ പറയാറുണ്ട് സാധാരണ, സന്തോഷത്തിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ഈ ജീവിതത്തിൽ ഒന്നും പഠിച്ചിട്ടുണ്ടാവില്ല. സങ്കടത്തിൽ നിന്നായിരിക്കും നമ്മൾ പലതും പഠിച്ചിട്ടുണ്ടാവുക. എന്നും അങ്ങനെയാണ്. ചെറുപ്പക്കാരല്ല, നമുക്കൊരു 50 കഴിഞ്ഞ ആൾക്കാര് ജീവിതത്തിൽ കരഞ്ഞ എത്രയോ നിമിഷങ്ങളില്ലേ? സന്തോഷിക്കണമെന്ന് വിചാരിച്ച പല ഘട്ടങ്ങളിലും കരഞ്ഞു പോയിട്ടില്ല. വെറുതെ ചോദിച്ചതല്ലത്. മക്കൾ പറഞ്ഞ ചില വാക്കുകൾ കൊണ്ട് നാം ആരെയാണോ കൂടുതൽ സംരക്ഷിച്ചിട്ടുണ്ടാവുക, ആരെയാണോ കൂടുതൽ തൃപ്തിപ്പെടുത്തണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാവുക, അവരിൽ നിന്ന് കിട്ടിയ ചില ജീവിതാനുഭവങ്ങൾ ഉണ്ടാവും. ചില നേരത്തെ ഹൃദയം പൊട്ടിപ്പോകും അല്ലെ? അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്ത് മുഴുവനും പ്രിയതമയുടെ മക്കളുടെ പേരിൽ എഴുതി കൊടുത്തിട്ട് 35-40 വർഷക്കാലം പ്രവാസം നടത്തിയിട്ട് തിരിച്ചു വരുമ്പോ ഇതൊക്കെ ഒന്നുമില്ല, ഇവിടെ നിങ്ങളിപ്പോ തിന്നിരിക്കുകയാണല്ലേ എന്നൊരു എന്തെങ്കിലും ഒരു വാക്ക് ഞാൻ ചോദിച്ചാൽ ചിരിയായിരിക്കും നമുക്ക് വരിക. ആ ചിരി എന്താ അറിയോ? അത് യഥാർത്ഥ ചിരിയല്ല, ഒരു ഹൃദയം പൊട്ടിയുള്ളൊരു ചിരി ഉണ്ടാവും. ജീവിതാനുഭവങ്ങൾ ഉണ്ടാവും. ദുഃഖങ്ങളിൽ നിന്നാണ് കൂട്ടരെ നമ്മൾ പലതും പഠിച്ചിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ അവിടെയും അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ നമുക്ക് കഴിയണം. മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി റഹിമഹുല്ലാഹ്, ഇദ്ദേഹം അറിയപ്പെടുന്ന ഒരു വലിയ ബിസിനസ്സുകാരനും കൂടിയാണ്, കച്ചവടക്കാരനാണ്. ഇദ്ദേഹം ഒരിക്കൽ പള്ളിയിൽ ഒരു മദ്രസയിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ഒരാൾ വന്നിട്ട് ഇദ്ദേഹത്തോട് പറയുന്നുണ്ട്, നിങ്ങളുടെ വലിയ ചരക്ക് കപ്പലുണ്ടല്ലോ, അത് കാറ്റിലും കോളിലും പെട്ടിരിക്കുന്നു, പക്ഷെ നിങ്ങളുടെ കപ്പൽ മാത്രം മുങ്ങിയില്ല, ബാക്കി ഒരുപാട് എണ്ണം മുങ്ങി പോയിട്ടുണ്ട്, അപകടാവസ്ഥയിലാണെന്ന് പറഞ്ഞു. അദ്ദേഹം അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു. കുറച്ചു കഴിഞ്ഞിട്ട് അതേ ആള് വന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ കപ്പലും മുങ്ങി എന്ന് പറഞ്ഞു. അൽഹംദുലില്ലാഹ് എന്ന് അപ്പോഴും പറഞ്ഞു. അപ്പോ ഇദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, 2 ഘട്ടങ്ങളിലും എന്താ നിങ്ങൾ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞെന്ന് ചോദിച്ചപ്പോ അദ്ദേഹം മറുപടി പറഞ്ഞെന്തറിയാമോ? ഞാൻ അങ്ങനെ പറഞ്ഞത് എല്ലാവരതും പോയി എന്റേത് മാത്രം അങ്ങനെ നിലനിൽക്കുന്നു എന്ന് പറയുമ്പോ ഞാൻ നിന്റെ കൽബിലേക്കൊന്ന് നോക്കി, അമിതാഹ്ലാദം നിന്റെ കൽബിലുണ്ടോ? ഇല്ല റബ്ബേ, ഇല്ല. അൽഹംദുലില്ലാഹ്. രണ്ടാമത് നിങ്ങൾ വന്ന് പറഞ്ഞപ്പോ എനിക്ക് തോന്നി വളരെ, ഞാൻ അപ്പന്റെ മനസ്സിലേക്ക് നോക്കി, എന്റെ മുങ്ങിയ വാർത്ത വന്നപ്പോൾ മനസ്സിൽ നഷ്ടബോധമുണ്ടോ? ഞാൻ അങ്ങനെ നോക്കിയപ്പോ ഇല്ല റബ്ബേ, ഇല്ല. അൽഹംദുലില്ലാഹ്. അവിടെയും ഞാൻ ഹംദാണ് പറഞ്ഞത് എന്നാണ്. എങ്കിൽ നോക്കുക സ്നേഹമുള്ളവരെ, ഇതേപോലെ ഒരു വലിയൊരു സംഭവമുണ്ട്. ആ സംഭവം എന്തറിയാമോ? ഒരാളുടെ ചെറിയ കുട്ടി മരണപ്പെട്ടു. ഞാൻ സംഭവം പറഞ്ഞുതരാം, ബാക്കി ഗുണപാഠങ്ങളൊക്കെ നിങ്ങൾ ചേർത്തി വായിക്കണം കേട്ടോ, നമുക്ക് അത്ര സമയമല്ലേ ഉള്ളൂ. ഒരാളുടെ ചെറിയ കുട്ടി മരണപ്പെട്ടു. അസ്രായേലിനോട് അള്ളാഹു ചോദിക്കുന്നുണ്ട്, ഖബൽതും വലദ അബ്ദി, എന്റെ അടിമയുടെ ആ ചെറിയ മോൻ, അവനെ നിങ്ങൾ പിടിച്ചിട്ടുണ്ട്. വീണ്ടും പറയുന്നത്, അവന്റെ ആ മനസ്സിനെ, നിങ്ങളെ കരളിനെ പിടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഫയഖൂൽ, ഇസ്രായേൽ പറയുന്നത്, നഅം മദ ഖാല അബ്ദി, അപ്പൊ എന്റെ അടിമ എന്തേ പറഞ്ഞത് എന്നാണ് അവർ പറഞ്ഞത്, ഹമിദക് വസ്തർജഅ, റബ്ബേ അവരെ നിന്നെ സ്തുതിക്കുകയും ഇസ്തിർജാഇന്റെ വാക്കാണ് പറഞ്ഞത്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നാണ് പറഞ്ഞത്. അതിന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ മലക്കിന് നൽകുന്ന നിർദ്ദേശം അറിയാമോ? എങ്കിൽ ഇബ്നു ലിഅബ്ദി ബൈതൻ ഫിൽ ജന്ന, ഇബ്നു ലിഅബ്ദി
എന്റെ അടിമയ്ക്ക് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക ബൈത്തം ഫിൽ ജന്ന, ആ പറുദീസയിൽ സ്വർഗ പൂങ്കാവനത്തിൽ ഒരു വീടുണ്ടാക്കുക. എന്നിട്ട് ആ വീടിന് നിങ്ങൾ നാമകരണം നടത്തണം. വസമ്മു ബൈത്തുൽ ഹംദ്. എന്താണ് ബൈത്തുൽ ഹംദ്? ഹംദിന്റെ വീട്, സ്തുതിയുടെ ഭവനം എന്ന് നിങ്ങൾ നാമകരണം ചെയ്യണം. സഹോദരങ്ങളെ, ജീവിതത്തിൽ സങ്കടങ്ങൾ ഉണ്ടാവും. സങ്കടങ്ങളില്ലാത്തൊരു ജീവിതം നമ്മൾ സ്വപ്നം കാണരുത്, അങ്ങനെ വിചാരിക്കരുത്. സന്തോഷങ്ങൾ ഉണ്ടാവും. അപ്പൊ ഏത് ഘട്ടങ്ങളിലും അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ നമ്മളോളം മാനസിക കരുത്തുള്ള വേറൊരാള് ഈ ലോകത്തില്ല എന്നതാണ്. അൽഹംദുലില്ലാ. നമ്മുടെ വീടുകൾ പരാതിപ്പെട്ടികളല്ല, ബൈത്തുൽ ഹംദുകളാക്കി മാറ്റുക. ഏത് ഘട്ടത്തിലും ഖുലിൽ ഹംദുലില്ലാ എന്ന് പറയുക. ജീവിത സന്ദർഭങ്ങളിൽ ഏത് സന്ദർഭങ്ങളാണെങ്കിലും അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് നമുക്കിങ്ങനെ സങ്കടത്തിലും സന്തോഷത്തിലും നീക്കാൻ കഴിയണം. അതിന് കുറച്ചൊരു മനക്കരുത്ത് നേടണം. കുൻ ഹബ്ദൻ ലില്ലാ. അങ്ങനെ ആവാൻ കഴിയുന്നുണ്ടോ? അവരാണ് ഏറ്റവും പ്രിയപ്പെട്ടവർ. ആകാൻ ശ്രമിക്കുക, പ്രാർത്ഥിക്കുക. അല്ലാഹു നമ്മെ തുണക്കുമാറാകട്ടെ. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ നബിയിനാ വഹബീബിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ളവരെ, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹുവിന് നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, സന്തോഷം എന്നത് ആഗ്രഹിച്ചതെല്ലാം നേടലല്ല, മറിച്ച് കിട്ടിയതിൽ ആനന്ദം കണ്ടെത്തലാണ്. സ്വസ്ഥത പോയാൽ ഈ ലോകത്ത് ഒന്നും അനുഭവിക്കാൻ നമുക്ക് കഴിയില്ല. നമ്മളോളം അനുഗ്രഹം കിട്ടിയ ആളുകൾ ഈ ലോകത്ത് വേറെ ഒന്നും ഉണ്ടാവില്ല. ഞാൻ സാധാരണ ഇതിന് പറയാറുണ്ട്, ഈ പാലിയേറ്റീവ് ക്ലിനിക്കുകളിൽ വർക്ക് ചെയ്യുന്ന വളണ്ടിയറായി ജോലി ചെയ്യുന്ന വല്ല സഹപ്രവർത്തകരും നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ അവരുടെയൊക്കെ കൂടെ നമ്മളൊക്കെ ഇടക്കൊന്ന് നടച്ചെന്ന് നോക്കണം. അല്ലെങ്കിൽ അവരോട് അനുഭവങ്ങൾ ചോദിക്കണം. എന്താണ് നിങ്ങൾ പോകുന്നിടത്തുള്ള അവസ്ഥ എന്നുള്ളത്. അതെങ്ങനെ കിട്ടുമ്പോഴുണ്ട പരിഭവം വരച്ചിലൊന്നും ഉണ്ടാവില്ല. അൽഹംദുലില്ലാ നമ്മൾ അറിയാതെ പറഞ്ഞു പോകും. ആരോഗ്യത്തിന് മാത്രമല്ല അൽഹംദുലില്ലാ പറയേണ്ടത്. ഒരു ഇമാം ഇബ്നുൽ ഖയ്യിം പറയുന്ന ഒരു ചെറിയ സംഭവം. സാധാരണ ഈ അറബികൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, കൈഫ അസ്ബഹത. നമ്മൾ ചോദിക്കുമല്ലോ കൈഫൽ ഹാൽ എന്ന് ചോദിക്കുന്നത് പോലെ. അപ്പൊ കൈഫ അസ്ബഹത എന്ന് ചോദിച്ചാൽ അസ്ബഹതു അലൽ ഇസ്ലാം എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അള്ളാഹ്ക്ക് കീഴ്പ്പെട്ടുകൊണ്ടാണ് നേരം പുലർന്നത്. ഒരാൾ മറുപടി പറഞ്ഞെന്താറിയോ, അസ്ബഹതു അലാ നിഅമതൈൻ. രണ്ട് അനുഗ്രഹങ്ങൾക്കിടയിലാണ് ഇന്ന് നേരം പുലർന്നത്. ഇതിലേതാണ് അഫ്ളൽ എന്ന് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ അറിയില്ല എന്ന് പറഞ്ഞു. ഒന്ന്, അള്ളാഹു ഇന്ന് എനിക്ക് നേരം പുലർത്തി തന്നത് എന്റെ ഈ ശരീരത്തിന് ഒരു കോട്ടവും സംഭവിക്കാതെയാണ്. അല്ലേ? ഒരു കോട്ടവും ഇല്ലാതെയാണ് ഇന്ന് നേരം പുലർന്നത്. എന്തെങ്കിലും ഒരു കോട്ടം എഴുന്നേൽക്കുമ്പോൾ കയ്യിന് ഇവിടങ്ങളിൽ കുഴച്ചിലുണ്ട് എന്നുണ്ടെങ്കിൽ വല്ല പരിഭവം വേറെ എന്തെങ്കിലും പറയാണ്ടോ? ഒന്നും ഉണ്ടാവില്ല. അതും കൂടി കുടുങ്ങിയില്ലേ? രണ്ടാമത്തത്, അള്ളാഹു ഇന്നലെ എന്റെ ജീവിതത്തിൽ വന്ന എല്ലാ തെറ്റുകുറ്റങ്ങളെയും മറച്ചു വെപ്പിച്ചുകൊണ്ടാണ് ഇന്ന് എനിക്ക് പുലരി തന്നത്. വളരെ പ്രധാനമാണ്. നമ്മളാരും അത്ര 100% മുസ്ലിമിൽ നിന്ന് അടുക്കണ്ടെന്നൊന്നും പറയാൻ കഴിയില്ലല്ലോ. എന്റെ ജീവിതത്തിൽ വന്ന തെറ്റുകളെ നിങ്ങളെങ്ങാനും അറിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ വന്നിരിക്കാനോ ഇങ്ങനെ നിൽക്കാനും കഴിയോ? അത്ര സമാധാനത്തിനില്ല. വന്നുപോയ തെറ്റുകൾ മറപ്പിച്ചു വെച്ചുകൊണ്ടാണ് മറ്റൊരു പുലരി അല്ലാഹു തന്നത്. അതിനെത്ര ശുക്ർ ചെയ്താൽ തീരോ? മറ്റൊന്നുകൂടി അദ്ദേഹം പറയുകയാണ്, എന്നെ അറിയാത്തവർ പോലും എന്നെ സ്വീകരിക്കുന്നത് എങ്ങനെയാണ്? അവരുടെ മുഖത്ത് പ്രസന്നത കാണിച്ചാണ്, ഒരു പുഞ്ചിരിയോടുകൂടിയാണ്. നമ്മളെ വെറുക്കുന്ന
കുത്തുവാക്ക് പറയുന്ന, കണ്ട മുഖം കനപ്പിക്കുന്ന വല്ല മനുഷ്യന്മാരുടെ അടുക്കലേക്ക് നമ്മൾ പോയിരിക്കുമോ? ജീവൻ പോയാൽ പോകൂല അല്ലേ? അവിടെ എന്തൊക്കെ വെട്ടി വെച്ചിട്ടുണ്ട്, ഒന്നും വേണ്ട. ആ കറുത്ത മുഖം കാണാൻ ഞാനില്ലെന്നാ. പുഞ്ചിരിക്കുന്ന മുഖം, എന്നെ കാണുമ്പോൾ ചിരിക്കാനും കൈതരാനും ആരെ തോന്നിപ്പിച്ചത്? പഠിച്ചോനല്ലേ. നിനക്ക് സുഖൃത തീരുവോ? അങ്ങനെ എണ്ണി നോക്കി. വെറും ലിസ്റ്റ് ചെയ്യേണ്ടത് മറ്റോന്റെ അത്ര എനിക്ക് കിട്ടിയില്ല, അവന്റെ കാറിന്റെ അത്ര മെച്ചം എന്റെ കാറ് വന്നില്ല, അവന്റെ അത്ര വീടിലെ സൗകര്യം എന്റെ വീട്ടിലില്ല, അങ്ങനെയൊന്നും ചിന്തിക്കണ്ട അല്ലെ? എനിക്ക് സാധാരണ തോന്നലുണ്ട്, നമുക്ക് എത്ര ഷർട്ടുകൾ ഉണ്ടെങ്കിലും ഒരു നേരം നമ്മൾ എത്ര ഷർട്ട് ഇടും? 2 കുപ്പായിട്ട് പള്ളിക്ക് വന്ന ഇന്ത്യയും പേരെന്താ? ഒരു നേരം എത്ര ബെഡ്റൂമുകൾ വീട്ടിലുണ്ടാവട്ടെ, ഒരു രാത്രിയിൽ നമ്മൾ എത്ര കട്ടിലിൽ കിടക്കും? ഒരു ചെമ്പ് ഭക്ഷണം വെച്ചിട്ടുണ്ടെങ്കിലും അതിൽ നിന്ന് എത്ര തിന്നാൻ നമ്മളെ കൊണ്ട് കഴിയും? സ്നേഹമുള്ളവരെ, കിട്ടിയതൊക്കെ ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാം, എന്നിട്ട് അൽഹംദുലില്ലാഹ് എന്നത് ജീവിതത്തിന്റെ ഒരു സ്റ്റൈലാക്കി മാറ്റുക. ഏത് ഘട്ടത്തിലും അള്ളാഹുവിനോട് നമ്മൾ പറയേണ്ട വാക്കതാണ് അൽഹംദുലില്ലാഹ്. അങ്ങനെ പടച്ചവനിലേക്ക് നിങ്ങളൊന്ന് കീഴ്പ്പെട്ടു വന്നു നോക്ക്. പരാജയം എന്ന് പറയുന്നത് ജീവിതത്തിൽ ഉണ്ടാവൂല. മനസ്സിനെ പാകപ്പെടുത്തി അള്ളാഹുവിലേക്ക് കീഴ്പ്പെട്ട് ജീവിതത്തിന്റെ സ്റ്റൈലാക്കി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീനെ പരിവർത്തിപ്പിച്ചുകൊണ്ട് നീങ്ങുക. നല്ല മുഅ്മിനായ ഒരു മനുഷ്യനെ നമ്മുടെ ജീവിതത്തിൽ കാണാം. പ്രാർത്ഥിക്കുക, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ തുണക്കുമാറാവട്ടെ. അവന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ജീവിതത്തിന്റെ ഏത് സാഹചര്യങ്ങളിലും അല്ലാഹുവിനെ തൃപ്തിപ്പെടുത്തി മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് തന്ന് നമ്മെ ഓരോരുത്തരെയും അവൻ തുണക്കുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കളെ, നമ്മുടെ മക്കളെ, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ ഉമ്മത്തിനെ അല്ലാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. ഈ ലോകം വിട്ടു പിരിയുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ് സംതൃപ്തിയോടുകൂടെ നമ്മുടെ റബ്ബിനെ കണ്ടുമുട്ടാനുള്ള തൗഫീഖ് തന്ന് അല്ലാഹു നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു മഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم اللهم أجرنا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ونجنا من القوم الظالمين ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار واغفر لنا يا غافر المذنبين آمين برحمتك يا أرحم الراحمين اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين وسلام على المرسلين والحمد لله رب العالمين.